ജൂൺ 24-ന് രേഷ്മയുടെ ബന്ധുക്കളായ 23-കാരിയായ ആര്യയെയും 19-കാരിയായ ഗ്രീഷ്മയെയും കാണാതാകുന്നു. അടുത്ത ദിവസം ചാത്തന്നൂരിനടുത്തുള്ള ഇത്തിക്കര നദിയിൽ നിന്ന് 2 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. ആര്യയും ഗ്രീഷ്മയും നദിയിൽ പോയി ആത്മഹത്യ ചെയ്തതായി CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് കണ്ട് സ്ഥിരീകരിക്കുന്നു. എന്തിനായിരിക്കും ആര്യയും ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്തത്? ഈ ഒരു ക്രൂരകൃത്യത്തിൽ അവർക്ക് പങ്കുണ്ടോ? ആര്യ ഒരു വീട്ടമ്മയും 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. ഗ്രീഷ്മയാണെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു കാര്യത്തിലൂടെ പോലീസിനെ ഒരുപാട് ചോദ്യങ്ങൾ കുഴപ്പിച്ചു. എന്തുകൊണ്ടാണ് ആര്യയും ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്തത്? 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായ രേഷ്മ കുഞ്ഞിനെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? അവളുടെ വീട്ടുകാർക്ക് അവൾ ഗർഭിണിയല്ല എന്ന് എങ്ങനെ അറിയാതെ പോയി? ഈ ചോദ്യങ്ങളെല്ലാം പോലീസിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നത് ഇങ്ങനെയാണ്: ആ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് അവൾ എന്നോടൊപ്പം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വന്നു. തലേ ദിവസം രാത്രി 11:30 വിഷ്ണു ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നത് രേഷ്മയായിരുന്നു. ആ സമയത്ത് ഇരുവരും രേഷ്മയുടെ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കുഞ്ഞിനെ കൂമ്പാരത്തിൽ നിന്ന് എടുത്തപ്പോൾ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി ഞങ്ങളുടേതാണെന്ന് എനിക്കൊരു തരി സംശയം പോലും തോന്നിയില്ല. ജോലിക്ക് പോകുന്ന സമയത്ത് പോലീസ് നിരവധി തവണ കോൾ ചെയ്തു. അതുകൊണ്ട് തന്നെ DNA പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത് ഞാനാണ്. കൂടാതെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു, വിഷ്ണു പറയുന്നു. അങ്ങനെ DNA പരിശോധന വന്നപ്പോൾ കുഞ്ഞ് രേഷ്മയുടെയും വിഷ്ണുവിൻ്റെയും ആണെന്ന് തെളിഞ്ഞു. വാസ്തവത്തിൽ ജനുവരി 5-ന് മാധ്യമങ്ങളോട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയും തൻ്റെ അച്ഛനാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നും രേഷ്മ പറഞ്ഞിരുന്നു. DNA പരിശോധനയിലൂടെ രേഷ്മയാണ് അമ്മയെന്ന് കണ്ടെത്തിയതിനു ശേഷം തങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഒരു കേസ് ഉണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അന്വേഷണ സംഘത്തിൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കിൽ സൗഹൃദം പാലിച്ച് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷനുമായി ആ സ്ത്രീ പ്രണയത്തിലാവുകയായിരുന്നു. ഓൺലൈൻ കാമുകൻ്റെ നിർദ്ദേശപ്രകാരം യുവതി കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസ് അനുമാനിച്ചത്. എന്നാൽ ആ സിദ്ധാന്തത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരുന്നു. രേഷ്മയുടെ അറസ്റ്റിന് ശേഷം പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച നിരവധി പേരിൽ രേഷ്മയുടെ സുഹൃത്തും ബന്ധുവുമായ ആര്യ എന്ന യുവതി ഉൾപ്പെടുന്നു. രേഷ്മയുടെ പഴയ ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ പോലീസ് ആര്യയെ വിളിച്ചു വരുത്തി. ആ ഫോൺ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. പോലീസിന് മുൻപിൽ ഹാജരാകേണ്ട ദിവസം ആര്യയും മറ്റൊരു ബന്ധുവുമായ ഗ്രീഷ്മയും നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കുഞ്ഞിൻ്റെ മരണത്തിന് തങ്ങളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് അവശേഷിപ്പിച്ചാണ് അവർ വിട പറഞ്ഞത്.